ഒന്ന് ആലോചിച്ച് നോക്കിയാലേ, ഈ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ ഓരോ വലിയ സന്ദേശങ്ങൾ നമുക്കിങ്ങനെ പകർന്നു തരുന്നുണ്ട് ഇല്ലേ? അപ്പോൾ വ്യാഴം മുതൽ ശനി വരെ ദുഃഖത്തിന്റെയും ഇരുട്ടിന്റേതുമാണെങ്കിൽ ഈസ്റ്റർ ദിനമായിട്ടുള്ള ഞായറാഴ്ച ഉദിച്ച് ഉയരലിൻ്റെതാണ്. ഒപ്പം ഇരുന്ന് അത്താഴം കഴിക്കുന്നവർ പോലും ഇത്തിരി വെള്ളിക്കാശുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റിക്കൊടുത്തേക്കാമെന്നും, അതുവരെ ഒപ്പം നടന്നിരുന്നവർ തന്നെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ പലവട്ടം തള്ളിപ്പറഞ്ഞേക്കാമെന്നും, എത്രമാത്രം സത്യസന്ധമായിട്ട് ജീവിച്ചു കഴിഞ്ഞാലും ആൾക്കൂട്ടം കാര്യമൊന്നും അറിയാതെ അയാളെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചേക്കാമെന്നും അറിഞ്ഞിരിക്കാനുള്ള അവസരമാണ് ശനി വരെയുള്ള പാഠം. ഈസ്റ്ററിലേക്ക് എത്തുമ്പോൾ മരണതുല്യമായ പതനത്തിലേക്ക് ആരൊക്കെ തള്ളിവിട്ടു കഴിഞ്ഞാലും നമ്മുടെ പാത സത്യത്തിൻ്റെതാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തെഴുന്നേൽക്കാം എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പാഠമാണ് സന്ദേശമാവുന്നത്. ഞാൻ ഇന്ന് രാവിലെ ബൈബിളിലെ ആ ഭാഗം ഒന്നുകൂടി വായിച്ചു.